ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരെയും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശിന്റെയും അപ്കമിംഗ് വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് നയനയുടെയും ആദർശിന്റെയും അപ്കമിംഗ് വിശേഷങ്ങളിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അതിനോടൊപ്പം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് അടിച്ചിട്ടേ പോകാവുള്ളേ. അപ്പൊ നമുക്ക് നേരെ ഇനി വരാനിരിക്കുന്ന വിശേഷത്തിലേക്ക് കടക്കാം. ഇന്നും നാളെയൊക്കെ വരുന്ന വിശേഷം നമ്മൾ മെയിൻ ചാനലിലാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പൊ ഏതായാലും വിശേഷത്തിലേക്ക് തന്നെ പോകാം അല്ലെ. അങ്ങനെ നമ്മുടെ അനാമികയാണെങ്കിലേ ദേവയാനി അങ്ങ് വേലക്കാരിയാക്കി മാറ്റുകയാണ് കേട്ടോ. അപ്പം ദേവയാനി സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ആ കുടുംബത്തിൽ സകല ജോലിയും ചെയ്യുന്ന ഒരാളാണ്. നമ്മുടെ ദേവയാനിയാണ് അടുക്കളയിലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. മീനാക്ഷി ഒരു ഹെൽപ്പിന് മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഏതായാലും മീനാക്ഷിനെ ഇതിനിടയ്ക്ക് പറഞ്ഞു വിടുകയൊക്കെ ചെയ്തു നമ്മുടെ അനാമികയെ കൊണ്ട് അവിടെ ജോലി എടുപ്പിക്കാൻ. പക്ഷെ പഠിച്ച കള്ളിയായ അനാമിക 1-2 ദിവസം ജോലി എടുത്തതല്ലാതെ നമ്മുടെ ദേവയാനിയുടെ കൂടി ഒന്നും ചെയ്യാൻ കൂടുന്നൊന്നുമില്ല. ഏതായാലും ഈ സമയത്താണെങ്കിൽ നമ്മുടെ നയനയ്ക്ക് ഇഷ്ടമുള്ള പുട്ടും കടലക്കറിയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാണ്. അപ്പൊ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണ് അമ്മായി എന്നൊക്കെ ചോദിച്ചുകൊണ്ട്, അമ്മായി നല്ല വല്യമ്മ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മുടെ അനാമിക ഇറങ്ങി വന്നപ്പോഴത്തേക്കും അത് മോളെ പുട്ടും കടലയാ, മോളെ ഇരിക്കും ഞാൻ എടുക്കാന്ന് പറയുമ്പം പുട്ടും കടലയോ, പുട്ടും കടല എനിക്ക് വേണ്ട. ഇതെന്താ വല്യമ്മേ പുട്ടും കടലയും ദോശ ഇഡലി ഇതൊക്കെ ഉണ്ടാക്കണത്, ഒരു ദിവസം പോലും പൂരി മസാലയൊന്നും ഉണ്ടാക്കാത്ത എന്താ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് നമ്മുടെ ദേവയാനി പറഞ്ഞു, അത് പിന്നെ മോളെ പൂരി മസാല ഉണ്ടാക്കാൻ മോള് നേരത്തെ പറയുമായിരുന്നെങ്കിൽ ഞാൻ ഉണ്ടാക്കിയേനേലോ. ഓ അല്ല അമ്മ വല്യമ്മയുടെ മരുമകൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങളെല്ലാം വല്യമ്മ ഉണ്ടാക്കി കൊടുക്കണുണ്ടല്ലോ. വല്യമ്മയുടെ മരുമകൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം മാത്രമേ ഇവിടെ ഉണ്ടാക്കുന്നുള്ളൂ. അവൾക്ക് പുട്ടും കടല ഇഷ്ടമാണ്, ദോശ ഇഷ്ടമാണ്, ഇഡലി ഇഷ്ടമാണ്. അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം വല്യമ്മ അവളോട് ചോദിച്ചറിഞ്ഞ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. വല്യമ്മ എല്ലാവരുടെയും കണ്ണടയ്ക്കാൻ വേണ്ടിയാണോ വല്യമ്മ അവളോട് സ്നേഹമില്ല എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത്? എനിക്കിതൊക്കെ കണ്ടിട്ട് എന്നെക്കാൾ സ്നേഹം കൂടുതൽ അവളോടാണെന്ന് എനിക്ക് തോന്നുന്നത്. അയ്യോ മോളെ, നീ അങ്ങനെയൊന്നും പറയല്ലേ. എനിക്ക് മോള് കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ ഈ വീട്ടിൽ വേറെ ആരും. എന്റെ മരുമകളായിട്ട് ഞാൻ അംഗീകരിച്ചിരിക്കുന്നത് നിന്നെ തന്നെയാ. അത് ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതല്ലേ. പിന്നെ നിന്റെ കുറച്ച് കുരുത്തക്കേടുകളൊക്കെ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് ഞാൻ കണ്ണടച്ചിട്ടുമുണ്ട്. കാരണം നീ പക്വതയില്ലാത്തൊരു പെൺകുട്ടിയാണ്. അറിയാലോ, നീ വളർന്നു വന്ന സാഹചര്യമാണ് നിന്നെ ഇങ്ങനെയാക്കിയത്. അപ്പം എന്താ വല്യമ്മ പറഞ്ഞു വരുന്നത്? എനിക്ക് പക്വതയില്ലെന്നാണോ? പക്വതയില്ല എന്ന് പറഞ്ഞാല് മോള് ഒറ്റ മോളായിരുന്നല്ലോ, അതിൻ്റെതായ കുറച്ചിതൊക്കെ ഉണ്ടെന്നാ ഞാൻ ഉദ്ദേശിച്ചത്. അല്ലാതെ എൻ്റെ മോളെ ഇഷ്ടമല്ലെന്നൊന്നുമല്ല. രേവതിയും വേണു നല്ലത് പറഞ്ഞ് തന്നെയാണ് നിന്നെ വളർത്തിയേക്കുന്നത്. നീ ഈ കുടുംബത്തിലല്ല ഏത് കുടുംബത്തിൽ കയറി ചെന്നാലും ഉണ്ടല്ലോ എല്ലാവർക്കും ഇഷ്ടാകുന്ന മരുമകളാ എന്നൊക്കെ പറഞ്ഞിട്ട് മനസ്സിൽ പറയോ, എടീ അവലക്ഷണം കെട്ടതേ, നീ വന്നതോടുകൂടിയാടി ഈ അനന്തപുരി തറവാട് മുടിഞ്ഞത്. എന്നിട്ട് അവളെ പുകഴ്ത്തേണ്ട അവസ്ഥയാണല്ലോ എനിക്ക്. ഇവളിപ്പം ഇവിടെ നിന്നാൽ ശരിയാവില്ല. പാവം എൻ്റെ നയനമോള്, അവള് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക, അവൾക്ക് ഇഷ്ടമുള്ള പുട്ടും കടലേ. ഏതായാലും ഇവിടെ നിന്ന് ഓടിക്കണം. അപ്പോഴത്തേക്കാണ് നമ്മുടെ അനാമിക ചോദിക്കുന്ന, അല്ല വല്യമ്മ എന്തെങ്കിലും ചിന്തിച്ച് നിൽക്കുന്നത്? ഒന്നുമില്ല മോളെ ഏതായാലും ഒരു കാര്യം ചെയ്യുക. മോള് പോയിട്ട് പിന്നെ വാ, ഞാൻ മോൾക്ക് പൂരി മസാല ഉണ്ടാക്കി വെച്ചേക്കാം. അല്ല വല്യമ്മയ്ക്ക് ബുദ്ധിമുട്ടാകുമെങ്കില് അല്ല മോളൊരു കാര്യം ചെയ്യുന്നാല് ആ ജാനകിയോട് ചെന്ന് പറ മോക്ക് പൂരി മസാല ഉണ്ടാക്കി തരണം. അത് വല്യമ്മേ ഞാനൊരു കാര്യം പറയട്ടെ, ഒരു ദിവസം എനിക്ക് ജാനകി അമ്മ പൂരി മസാല ഉണ്ടാക്കി തന്നു. പക്ഷെ അതിനൊന്നും തീരെ ടേസ്റ്റ് ഇല്ലായിരുന്നു. അതെ, വല്യമ്മ ഉണ്ടാക്കുന്നതിനാ നല്ല ടേസ്റ്റ്. അതുകൊണ്ട് പ്ലീസ് വല്യമ്മ തന്നെ ഉണ്ടാക്കി തരണം എനിക്കെന്ന് പറഞ്ഞപ്പോഴത്തേക്ക്, എടീ നീ വീണ്ടും എനിക്കിട്ട് പണിയല്ലേ, നിനക്കിട്ട് ഞാൻ പണിയാടി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ദേവയാനി മനസ്സിൽ വിചാരിച്ചിട്ട് പറഞ്ഞു, എങ്കിൽ പിന്നെ ശരി, മോളിപ്പോ പൊക്കോ, മോള് പോയി റൂമിലിരുന്നു, മോക്ക് ഇഷ്ടപ്പെട്ട പൂരി മസാല തന്നെ ഞാൻ ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞു കേട്ടോ. ഈ സമയത്ത് നമ്മുടെ നയനെ അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കണം. അപ്പൊ അങ്ങോട്ടേക്കൊക്കെ ചെന്നിട്ട്, എങ്ങനെയുണ്ട് മോളെ പുട്ടും കടലയും കൊള്ളാമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ പിന്നെ പറയാനുണ്ട്, അമ്മ ഉണ്ടാക്കുന്ന എല്ലാത്തിനും നല്ല ടേസ്റ്റ് അല്ലേ. അല്ല എന്താ അനാമിക വന്നവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത് കേട്ടല്ലോ. അത് പിന്നെ മോൾക്ക് പുട്ടും കടലും ഉണ്ടാക്കി തന്നതിന് പ്രശ്നം ഉണ്ടാക്കിയത് അവൾക്ക് പൂരി മസാല വേണം പോലും. പൂരി മസാല അവൾ ഈ വീട്ടിലെ വേലക്കാരിയാക്കാനാ എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവൾക്ക് ഞാനേ പൂരി മസാല ഉണ്ടാക്കി കൊടുക്കും. ഇനി മേലല്ല അവള് പൂരി മസാല വായി വെച്ച് കഴിക്കില്ല. അതെന്താ അങ്ങനെ അത്തരത്തിലാണ് ഞാൻ ഉണ്ടാക്കി കൊടുക്കാൻ പോകുന്നത്. അഹങ്കാരത്തിന് കൈയും കാലും മുളച്ച് അവക്ക് ഞാൻ ഇങ്ങനെയല്ലാതെ വേറെ എങ്ങനെ ഉണ്ടാക്കി കൊടുക്കണം എന്നാ പറയുന്നേ. അവക്കേ ഇതുപോലെ കിണുകിണ കടഞ്ഞ് വർത്താനം പറയാനേ അറിയത്തുള്ളൂ. സ്വന്തം ഭർത്താവിനെ നല്ല രീതിയിൽ സ്നേഹിക്കാനോ അതുപോലെ അവനെ നല്ല രീതിയിൽ കരുതി അവന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ അവൾക്കൊപ്പം നിൽക്കില്ലേ? ഇതിപ്പം എന്ത് ചെയ്യാനാ? രണ്ടുപേരുടെ ജീവിതം രണ്ടു വഴിക്കാകുന്ന മട്ട. ഞാൻ എത്ര ശ്രമിച്ചിട്ടും അങ്ങോട്ട് കൂടി ചേരുന്നില്ലല്ലോ മോളെ. ഏതായാലും ഇനിയിപ്പൊ എന്താ ചെയ്യുക? അല്ല ഞാനുണ്ടല്ലോ ആ വർമ്മ സാറിനോട് പറഞ്ഞായിരുന്നു നിന്റെ
അനിയത്തിയുടെ കാര്യം, നന്ദുവിന്റെ കാര്യമേ അവർക്കും നിന്റെ അനിയത്തിനെ ഭയങ്കര ഇഷ്ടമാണ്. വിവാഹം ഉറപ്പിക്കാൻ കുഴപ്പമില്ല. പക്ഷേ ആ ചെക്കൻ അമേരിക്കയില, അവൻ വരണം. അവൻ വന്നു കഴിഞ്ഞ് പെണ്ണിനെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വിവാഹം ഉറപ്പിക്കാന്നാ പറഞ്ഞത്. ആണോ? അല്ല, അത്രയും വലിയ വീട്ടിലേക്കൊക്കെ നന്ദുവിനെ കെട്ടിച്ചു വിടണോ? അത് പിന്നെ ഇതിലും വലിയ ആപത്താവോ? ഇതിലും വലിയ ആപത്തോ? ഏതിലും വലിയ ആപത്ത്? അല്ല, ഞാനും നവ്യേച്ചിയും വന്ന് ഈ വീട്ടിൽ കയറിയപ്പോഴും ഞങ്ങളെ ആർക്കും ഇഷ്ടമല്ലായിരുന്നല്ലോ. അതൊക്കെ കഴിഞ്ഞു പോയ കഥയല്ലേ മോളെ. നന്ദുവിനെ എല്ലാവർക്കും ഇഷ്ടാവും. അവർക്ക് ജോലിയുണ്ട്. അത് പണ്ടത്തെ പോലെ അല്ലല്ലോ നിങ്ങളിപ്പം. നിങ്ങൾക്ക് അവർക്കൊപ്പം നിൽക്കുവാനുള്ള എല്ലാ യോഗ്യതയുണ്ട്. അതുകൊണ്ട് മോള് വിഷമിക്കൊന്നും വേണ്ട. ഞാൻ പറഞ്ഞല്ലോ മോള്, ഞാൻ പറയുന്ന കേട്ടാൽ മതി. ഇനി ഒന്നും എതിർത്ത് ഇങ്ങോട്ട് പറയണ്ട. നന്ദുവിനെ എങ്ങനെയെങ്കിലും ബ്രെയിൻ വാഷ് ചെയ്ത് സോപ്പിട്ട് സമ്മതിപ്പിച്ചെടുക്കുക. അതാണ് മോള് ചെയ്യേണ്ടത്. അല്ലാതെ മോള് ഇനി വേറെ ഒന്നും ചെയ്യണ്ട എന്നൊക്കെ പറയാണ്. അപ്പൊ ഇത് കേട്ട ഉടനെ തന്നെ നമ്മുടെ നയനിക്ക് കുറച്ച് സന്തോഷമൊക്കെ ഉണ്ട്. എങ്കിലും ഒരു വല്ല പണമുള്ള വീട്ടിലൊക്കെ കയറ്റി വിടാൻ ഇച്ചിരി പ്രയാസമുണ്ട് കേട്ടോ. കാരണം ഇവരുടെ അനുഭവം ഗുരു എന്ന് പറയുന്ന പോലത്തെ ഒരു അവസ്ഥയാണ്. അല്ല, ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും പൂരി മസാല ഒക്കെ ഉണ്ടാക്കിയിട്ട് മോളെ അനാമികേ ഇങ്ങ് വന്നേ എന്നൊക്കെ പറഞ്ഞ് വിളിക്കാണ് കേട്ടോ. പൂരി മസാല വായിക്കകത്ത് വെക്കാൻ കൊള്ളത്തില്ല. അതായത് ഈ പൂരി മസാല ഉണ്ടാക്കുമ്പോഴത്തേക്കും നല്ല ഗോതമ്പ് പൊടിയും കൊണ്ട് ഉണ്ടാക്കിയാലല്ലോ നല്ല ടേസ്റ്റ്. ഇത് ഗോതമ്പ് പൊടിയുടെ കൂടെ വേറെ എന്തോ പൊടിയൊക്കെ മിക്സ് ചെയ്ത് നമ്മുടെ ദേവയാനി സത്യം പറഞ്ഞ കുളവാക്കിയാണ് പൂരി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. മസാലയാണെങ്കിലോ ഉപ്പും പുളിയും അങ്ങനെ എല്ലാ സാധനവും ചേർത്തിട്ടുമുണ്ട്. ചേർക്കേണ്ടതായ സാധനമൊന്നും ചേർത്തിട്ടുമില്ല. പക്ഷെ അനാമികയ്ക്ക് മാത്രം ഉണ്ടാക്കിയിട്ടുള്ളൂ, വേറെ ആർക്കും കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. അനാമികയ്ക്കാണല്ലോ ഇച്ചിരി മെണപ്പും കിണപ്പും സൂക്കേടും ഒക്കെ കൂടുതൽ. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് കേട്ടോ. സോറി, ഞാൻ പറയുന്ന വാക്കുകളിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിലും ഒന്ന് ശ്രമിച്ചേക്കണം. പെട്ടെന്ന് ഞാൻ പറഞ്ഞു വന്നപ്പോഴത്തേക്കും വാക്കുകൾ പലതും മാറിപ്പോയെന്ന് തോന്നുന്നു കേട്ടോ. ഏതായാലും ഇച്ചിരി ഇളക്ക കൂടുതലാണല്ലോ എന്നാട്ടോ ഞാൻ ഉദ്ദേശിച്ചതേ. ഒന്ന് ക്ഷമിച്ചേക്കണം കേട്ടോ. ചില നാട്ടുമ്പുറങ്ങളിൽ വാക്കുകളൊക്കെ, നമ്മൾ പറയുന്ന വാക്കുകൾ ചിലപ്പം അത് ചീത്ത വേടൊക്കെ ആയിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അങ്ങനെ അനാമിക എന്നാ പൂരി മസാല കഴിക്കാന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നു. പൂരി മസാല കഴിക്കാന്ന് പറഞ്ഞുകൊണ്ട് ഹാവ് നല്ല മണം വരുന്നുണ്ടല്ലോ. എനിക്ക് മനസ്സിലായി, എനിക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയ പൂരി മസാല അല്ലേ? അതെ, മോക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയതാ ഈ വല്യമ്മ. അതുകൊണ്ട് വേറെ ആർക്കും കൊടുക്കണ്ട കേട്ടോ, മോള് തന്നെ കഴിച്ചോ ഇത്. ഞാൻ കഴിച്ചോളാം, ഞാൻ തന്നെ കഴിച്ചോളാം എന്നും പറഞ്ഞുകൊണ്ട് വേഗം ഭയങ്കര സന്തോഷത്തോടു കൂടി കൈയൊക്കെ കഴുകി പുള്ളിക്കാരി ഇരുന്ന് വായ്ക്കകത്ത് വെച്ചിട്ട് ഇറക്കാൻ പറ്റുന്നുണ്ടോ തുപ്പാൻ പറ്റുന്നുണ്ടോ ആ ഒരവസ്ഥ. ദേവയാനീനെ അങ്ങോട്ട് താഴ്ത്താൻ പറ്റുമോ? മോളെ എങ്ങനെയുണ്ട്, കൊള്ളാമോ? പൂരി മസാല സൂപ്പറാണോ? പിന്നെ കുഴപ്പമില്ല സൂപ്പറാ. കുഴപ്പമില്ലെന്നോ? സൂപ്പറല്ലേ? സൂപ്പറാ വല്യമ്മ, സൂപ്പറാ. എന്നാ മോള് മോള് കാണിച്ച് തീർന്നിട്ട് ഞാൻ ഇവിടെ നീണീറ്റ് പോകുന്നുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ദേവയാനി അവിടെ ഇരുന്ന പൂരി മസാല മുഴുവൻ കഴിപ്പിച്ചു കേട്ടോ. എന്നിട്ട് മനസ്സിലെടി, നീ എന്നെ വേലക്കാരിയാക്കാൻ നോക്കല്ലേടി, നിനക്കിട്ട് ഞാൻ പണി തരുന്നിട്ട് നിന്റെ അച്ഛനും അമ്മയും ഇനി ഇങ്ങോട്ട് വരട്ടെ, എല്ലാത്തിനും ഞാൻ പണി കൊടുക്കുന്നുണ്ട്. ഈ ദേവയാനിയുടെ മരുമകളോടും കളിച്ചു കഴിഞ്ഞാൽ ഇതല്ല ഇതിനപ്പുറം കാണിക്കും ഈ ദേവയാനി എന്നൊക്കെ മനസ്സിൽ വിചാരിക്കണം. ഒരു വിധത്തിൽ ആ പൂരി മസാല എങ്ങനെയൊക്കെയോ കഴിച്ചു തീർന്നു. എന്നിട്ട് 3-4 മിച്ചം വെച്ചിട്ടോ. എനിക്ക് മതിയമ്മായി, മതി വല്യമ്മേ, വേണ്ട വല്യമ്മേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നയനല്ല, അനാമിക എണീറ്റ് പോവുകയാണ് ചെയ്തത്. അനാമിക ചെന്നിട്ട് ബാത്റൂമിൽ കയറുന്നു, ഛർദിക്കുന്നു. അപ്പോഴത്തേക്കും തന്നെ ജാനകി വന്ന് ചോദിച്ചു, മോളെ എന്താ പറ്റിയത്? അറിയില്ലമ്മേ, എനിക്ക് പൂരി മസാല ഉണ്ടാക്കി തന്നതാ, പക്ഷെ എന്താണെന്നറിയില്ല, വയറ്റിന് പിടിച്ചില്ല. അല്ലെങ്കിലും ഈ വല്യമ്മ ഉണ്ടാക്കുന്ന പൂരി മസാലയ്ക്ക് ഒരു ടേസ്റ്റേ ഇല്ല. പക്ഷെ പറയാൻ പറ്റുമോ? അമ്മ ഉണ്ടാക്കി തന്നാ മതിയായിരുന്നു. എങ്കിൽ പിന്നെ മോക്ക് എന്നോട് പറഞ്ഞാൽ പോരായിരുന്നോ? അത് പിന്നെ ഞാൻ അമ്മയോട് പറയാൻ വേണ്ടി തുടങ്ങിയപ്പോഴത്തേക്കും വല്യമ്മ പറഞ്ഞത് അമ്മയ്ക്ക് പൂരി മസാല ഒന്നും ഉണ്ടാക്കാൻ അറിയില്ല, എനിക്ക് പൂരി മസാല വല്യമ്മ ഉണ്ടാക്കി തന്നോളാന്ന്. അതുകൊണ്ടാ പിന്നെ ഞാൻ വേണ്ടാന്ന് വെച്ച വല്യമ്മ ഉണ്ടാക്കിയ പൂരി മസാല കഴിച്ചത്. പക്ഷെ അമ്മ ഉണ്ടാക്കുന്ന പൂരി മസാലയുടെ അത്രയും ടേസ്റ്റ് ഇല്ലായിരുന്നു എന്ന് അവിടെ നമ്മുടെ ജാനകീനൊന്ന് പുകഴ്ത്തുകയും ചെയ്തു. ഓർത്തോണം, നേരത്തെ നമ്മുടെ അനാമിക പറഞ്ഞത് എൻ്റെ അമ്മായിയമ്മ ഉണ്ടാക്കുന്ന പൂരി മസാല കൊള്ളത്തില്ല, ദേവയാനി ഉണ്ടാക്കുന്നതാണ് നല്ലതെന്ന്. അപ്പൊ അവിടെയും കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുക. ഇത് തിരിച്ച് ദേവയാനി പറഞ്ഞു എന്നുള്ള രീതിയിലാക്കി എന്നുള്ളതാണ്. എന്തൊക്കെയാ അല്ലേ? ഇതിനൊക്കെ ഒരു പ്രത്യേക കഴിവ് വേണം നമ്മുടെ അനാമികയ്ക്ക്. ഏതായാലും ഇതേ സമയം നമ്മുടെ വേണുവിന്റെ ഭാര്യയായ രേവതിയും കൂടെ കൊട്ടേഷനൊക്കെ കൊടുത്ത് ഇങ്ങനെ ഒരുങ്ങിയിരിക്കുകയാണ്. നമ്മുടെ നന്ദുവിനെ തല്ലിക്കൊല്ലാൻ വേണ്ടി തന്നെയാട്ടോ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പൊ കുറച്ചു പേർക്ക് കൊട്ടേഷനൊക്കെ കൊടുക്കാനായിട്ട് പൈസ എടുത്തോട്ട് പോയായിരുന്നല്ലോ. എവിടുന്ന്? നമ്മുടെ അനന്തപുരി തറവാട്ടിൽ നിന്ന് കുറച്ച് സ്വർണ്ണമൊക്കെ കൊണ്ടുപോയപ്പോ ആ ഒരു കേസൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ എല്ലാ കേസും കൂടെ നമ്മുടെ അനാമികയുടെയും വേണുവിന്റെ രേവതിയുടെ പുറത്ത് തന്നെ വന്ന് വീഴും, അത് വേറെ കാര്യം. ഏതായാലും ഈ സമയം നമ്മുടെ വേണുവും വേറൊരു ഗുണ്ടയെ പോയി കാണുന്നപ്പം ഗുണ്ട പറയുന്നുണ്ട്, നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട വേണു, പക്ഷെ കറക്റ്റ് പൈസ എനിക്ക് കിട്ടിയിരിക്കണം, നിങ്ങളായോണ്ട് വിശ്വസിക്കാൻ പറ്റത്തില്ല, നിങ്ങൾ ബാലൻസ് പൈസ തരാന്നൊക്കെ പറഞ്ഞിട്ട് അഡ്വാൻസ് പൈസ നിങ്ങൾ ഏതായാലും എനിക്കൊരു 10-15 ലക്ഷം രൂപയെങ്കിലും തരണം.
അപ്പൊ വേണു പറയുന്നുണ്ട്, അയ്യോ ഞാനിപ്പോ അനന്തപുരി തറവാട്ടിലെ ഒരു അംഗമല്ലേ, അതുകൊണ്ട് ഉറപ്പായിട്ട് നിങ്ങളുടെ പൈസ ഞാൻ കറക്റ്റ് ആയിട്ട് തന്നിരിക്കും. ഈ വേണുവാ പറയുന്നത്. നിങ്ങൾ പറയുന്നത് കൊണ്ടാ ഞങ്ങൾക്ക് വിശ്വാസം ഇല്ലാത്തത്. ഏതായാലും നിങ്ങളുടെ മോള് വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. അനന്തപുരി തറവാട്ടിലെ മരുമോളാണല്ലോ, മൂർത്തി സാറിന്റെ കൊച്ചുമകനെ കെട്ടിയിരിക്കുന്ന ആണല്ലോ. അപ്പൊ അതും കൊണ്ട് വിശ്വസിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. പിന്നെ കേസും നൂലാമാലകളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾ ഏറ്റെടുത്തോണം. അതിന്റെ കേസിന്റെ എല്ലാ പൈസകളും നിങ്ങൾ തന്നെ കൊടുത്തോണം. പിന്നെ പകരത്തിന് പകരമായിട്ട് ഇനിയിപ്പോ ആരാ കൊന്നതെന്നൊക്കെ ചോദിച്ചാൽ ഒരാളെ ഞങ്ങളങ്ങ് വെക്കും. അയാൾക്ക് കൊടുക്കാനുള്ള ഫീസിന്റെ കാര്യം അറിയാലോ. കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് ഫീസ് കൊടുത്തോണം. അയാളുടെ കുടുംബത്തിന് വേണ്ടിയാണ് ആ ഒരു പൈസ മാറ്റി വെക്കുന്നത്. ഇയാൾക്ക് ജീവപര്യന്തമായിട്ട് ശിക്ഷ കിട്ടിക്കഴിഞ്ഞാൽ അയാൾ ജയിലിൽ കിടക്കേണ്ട ആളല്ലേ. അപ്പൊ പിന്നെ കുടുംബ സേഫ്റ്റി ആണോല്ലോ. അതാണ് പറഞ്ഞത്. ആ കുടുംബത്തിന്റെ ചുമതല എല്ലാം ഏറ്റെടുത്തോണം. എല്ലാത്തിനും തയ്യാറാണോ? അയ്യോ തയ്യാറാണേ. ഈ രീതി ചെവി അറിയാനൊന്നും പോകുന്നില്ല, കേസും ആകാൻ പോകുന്നില്ല. അവൾക്കൊക്കെ ആരെങ്കിലും ഉണ്ടോ? അവർക്കൊക്കെ കേസ് വാദിച്ച് ജയിക്കാനുള്ള പൈസയൊന്നും ഇല്ലെന്നേ. അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല. ഉറപ്പായിട്ടും ഞാൻ പൈസ തന്നിരിക്കും. കറക്റ്റ് കാര്യങ്ങൾ കറക്റ്റ് സമയത്ത് എന്നെ അറിയിക്കേണ്ട രീതിയിൽ തന്നെ അറിയിച്ചോണം. എല്ലാം കറക്റ്റ് ആയിരിക്കണം. ഇതുപോലെ പലതവണ അവളെ പൊല്ലാപ്പിലാക്കാൻ നോക്കിയതാ, എന്നിട്ട് അതിനൊന്നും പറ്റിയില്ല. അതുകൊണ്ടാണ് നിങ്ങൾ വിശ്വസിച്ച ഞാൻ പോകുന്നത് ഇവിടുന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ട് കേട്ടോ. ഏതായാലും നമ്മുടെ വേണുവിന് തന്നെ 28 പണി വേണു തന്നെ ഉണ്ടാക്കുന്നുണ്ട് പുറകെ. കാത്തിരുന്ന് തന്നെ കാണാം എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കാം. എനിക്ക് ഇന്നലെ ചെറിയൊരു അബദ്ധം പറ്റി കേട്ടോ. ഞാൻ ഇന്നലെ അപ്കമിങ് വിശേഷം ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ എൻ്റെ ചാനലൊന്ന് മാറിപ്പോയി. ഞാൻ മെയിൻ ചാനലിൽ കൊണ്ടുപോയി അപ്കമിങ് വിശേഷം ഇട്ടു. ഞാൻ ഇന്നലെ വീട്ടിലില്ലായിരുന്നു. അപ്പൊ ഞാൻ വേറൊരു സ്ഥലത്ത് പോയി നിന്നായിരുന്നു ചെയ്തത്. പെട്ടെന്ന് വീഡിയോ എടുക്കുകയും അപ്ലോഡ് ചെയ്യുകയും ചെയ്തു. പക്ഷെ ചാനൽ ഏതാന്ന് ഞാൻ പെട്ടെന്ന് ഓർത്തുമില്ല. പക്ഷെ ഞാൻ ഇട്ട് കഴിഞ്ഞ് വൈകിട്ടായപ്പോഴാണ് കണ്ടത്. എൻ്റെ സോറി, മെയിൻ ചാനലിലാണല്ലോ കിടക്കുന്നതെന്ന്. അപ്പൊ എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്ക് കേട്ടോ. എന്നും വന്ന് ഈ ക്ഷമാപണമൊക്കെ ആയിട്ട് നിങ്ങൾക്കും ബോറാവുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് പോട്ടെ, സാരമില്ല. ഏതായാലും ഞാൻ ഇന്ന് വിശേഷം ഇട്ടിട്ടുണ്ടല്ലോ. അപ്പൊ ഏതായാലും നമ്മൾ എല്ലാ ദിവസവും 12:30 അപ്കമിങ് വിശേഷവുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും കേട്ടോ. എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.